സാർ, ഈ വിവേക് അഗ്നിഹോത്രിയുടെ ബംഗാൾ ഫയൽസ് പുതിയ ചിത്രം പുറത്തിറങ്ങി. കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എറണാകുളത്തൊക്കെ നോക്കിയാൽ 2-3 തിയേറ്ററുകളേ ഉള്ളൂ. സാർ സിനിമ കണ്ടോ? ഞാൻ കണ്ടു. എന്താണ് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്തായിരിക്കും? അതായത് അത് 1946 ഓഗസ്റ്റ് 16 മുഹമ്മദ് അലി ജിന്ന പ്രത്യക്ഷ സമരദിനം പ്രഖ്യാപിച്ചിരുന്നു. അന്ന് മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഏക സംസ്ഥാനമാണ് ബംഗാൾ. അതുകൊണ്ട് പ്രത്യക്ഷ സമരദിനം നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് അവർ ബംഗാളിനെ തന്നെ കണ്ടു മുസ്ലിം ലീഗ്. അന്ന് അവിടെ നടന്ന ഹിന്ദു വേട്ട, അത് കഴിഞ്ഞ് ഒക്ടോബറിൽ നവഖാലിയിൽ നടന്ന കലാപം, ഇത് രണ്ടും ആണ് ഹിന്ദുക്കൾക്ക് നേരിട്ട, അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് ഈ ബംഗാളിൽ നിന്ന് നടന്നാണ്. ഹുസൈൻ സുഹ്രവർദി, ഷഹീദ് ഹുസൈൻ സുഹ്രവർദി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി, പിന്നീട് അയാൾ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ അയാൾ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അയാളുടെ മേൽനോട്ടത്തിൽ ആയുധവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് ജിഹാദികളെ ഇറക്കി ഹിന്ദുക്കളെ വേട്ട നടത്തിയ ഈ ശരിക്കും നമ്മൾ കാണുന്ന സ്ക്രീനില്ലേ, വെള്ളിത്തിര, ഇതിന് തന്നെ തീ പിടിക്കുന്ന ഒരു അനുഭവമാണ് ഈ ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ. ഇത്രയും കരാള ദൃശ്യങ്ങൾ വേറൊരു സിനിമയിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഗാന്ധി, നെഹ്റു തുടങ്ങിയ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇവരെയൊക്കെ ഇതുപോലെ തീക്ഷ്ണമായിട്ട് വിമർശിക്കുന്ന വേറെ സിനിമയും വന്നിട്ടില്ല. ഉദാഹരണത്തിന് ഈ കലാപം നടക്കുമ്പോൾ ഗോപാൽ പത്ത എന്ന് പറഞ്ഞിട്ട് ആട്ടിറച്ചിയൊക്കെ വിൽക്കുന്ന ഒരു ഹിന്ദു, ഈ ഗോപാൽ പത്തയാണ് പിന്നീട് ഹിന്ദു പ്രതിരോധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരാളിൽ വന്ന് ചേരുക, ആളറിയപ്പെടുന്ന ഒരു നേതാവൊന്നുമല്ല, പക്ഷേ ഈ ജിഹാദികളെ പ്രതിരോധിക്കാനായിട്ട് ആരെങ്കിലും ധീരമായിട്ട് രംഗത്ത് വരണ്ടേ, അങ്ങനെ വന്നതാണ് ഗോപാൽ പത്ത. അങ്ങനെ ഗോപാൽ പത്ത ഗാന്ധിയെ പോയി കാണുന്നൊരു രംഗം സിനിമയുണ്ട്. അപ്പോൾ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഗോപാൽ പത്ത. കാരണം ഓരോ ഹിന്ദുവും പോയിട്ട് ഗാന്ധിയുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന രംഗമാണ് ഈ കാണിക്കുന്നത്. ഗോപാൽ പത്ത ആയുധം താഴെ വയ്ക്കുന്നില്ല, ഗാന്ധിയെ ചോദ്യം ചെയ്യാണ്. ഇങ്ങനെ ഈ ജിഹാദികൾ ഹിന്ദു സ്ത്രീകളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു സ്ത്രീകൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് ഗാന്ധിയോടെ. അപ്പോൾ ഗാന്ധി പറയാ അവരെ ആത്മഹത്യ ചെയ്യണമെന്ന്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അഗ്നിഹോത്രിയുടെ ഒരു അഭിമുഖം CNN ഞാൻ കണ്ടപ്പോൾ ഇങ്ങനൊരു വാചകം ഗാന്ധി പറഞ്ഞതായിട്ട് ഞാനും വായിച്ചിരുന്നില്ല. പക്ഷേ ഓരോ വാചകത്തിനും ചോദ്യം ഉണ്ടായിരുന്നു സെൻസർ ബോർഡിൽ നിന്ന്. ഇങ്ങനൊരു വാചകം ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് കൊടുത്തു എന്ന് അഗ്നിഹോത്രി പറയുന്നുണ്ട്. ആചാര്യ കൃപലാനിയുടെ ഒക്കെ വാചകങ്ങളിലൊക്കെ സംഭാഷണങ്ങളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടാണ് അഗ്നിഹോത്രി പറയുന്നത്. ഇനി ഈ ഓഗസ്റ്റ് 16, 1946 മുതൽ 4 ദിവസമാണ് ഹിന്ദു വേട്ട നടന്നത്. സിനിമയിൽ പറയുന്ന 20 ലക്ഷം ഹിന്ദുക്കളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും 10,000 ഹിന്ദുക്കളെയൊക്കെ കൂട്ടക്കൊല നടത്തി എന്നൊരു കണക്ക് ഉണ്ട്. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംസാനിലെ 17ാമത്തെ ദിവസം ബദർ യുദ്ധം നടക്കുന്ന മറ്റേ പ്രവാചകന്റെ നേതൃത്വത്തിൽ ബദർ യുദ്ധമൊക്കെ നടക്കുന്നതാണ്. അവിശ്വാസികൾക്ക് മേൽ നേടുന്ന ആദ്യത്തെ വിജയം ആണത്, കാഫിറുകൾക്ക് മേൽ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മാപ്പിള ലഹളയും ഇങ്ങനെ റംസാൻ കാലത്താണ് നടന്നത്. അത് ഓഗസ്റ്റ് 19, ഇത് ഓഗസ്റ്റ് 16 മുതൽ 19 വരെ ഇതാണ്. അപ്പോൾ ഹുസൈൻ ഷഹീദ് സുഹ്രവർദി അന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു ബംഗാളിൽ. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കൂടിച്ചേരാനുള്ള സൗകര്യത്തിനാണ് ഈ പൊതു അവധി പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കൊക്കെ പ്രത്യേക പെട്രോൾ കൂപ്പൺ കൊടുത്തു. ഇവർക്ക് എത്ര പെട്രോൾ വേണമെങ്കിലും കിട്ടും, വെറുതെ പൗരന്മാർ പോയാലൊന്നും പെട്രോൾ കിട്ടില്ല. ഈ രംഗങ്ങൾ ഇതിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബോംബ് ഉണ്ടാക്കാനായിട്ട് പെട്രോൾ വേണമല്ലോ, അതുകൊണ്ടാണ് പ്രത്യേക പെട്രോൾ കൂപ്പൺ മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് കൊടുത്തത്. ചില കലാപകാരികൾക്ക്, ജിഹാദികൾക്ക് 1 മാസത്തെ റേഷനും പ്രത്യേകം അനുവദിച്ചു. കൊൽക്കത്ത മേയർ എന്ന SN ഉസ്മാൻ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ തന്നെ.
അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള ലഘുലേഖകളും ഒക്കെ ഇയാൾ പുറത്തിറക്കി. കാഫറുകളെ നാശം അടുത്തു എന്നൊക്കെ ലഘുലേഖകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കൽക്കത്ത മൈതാനത്തിൽ കൂറ്റൻ റാലി നടത്തി മുസ്ലിം ലീഗ്. 1,00,000 മുസ്ലിങ്ങൾ അതിൽ പങ്കെടുത്തു. അവരാണ് പോലീസിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. കമ്പിവടികൾ, ലാത്തികൾ ഒക്കെ ആയിട്ട് ഗുണ്ടകളുമൊക്കെ ധാരാളം റാലിയിൽ പങ്കെടുത്തു. റാലിക്ക് ആ മൈതാനത്തിൽ നിന്നിരുന്ന ഒരാളാണ് അന്ന് ബംഗാളിലെ MLA ആയിരുന്ന ജ്യോതി ബസു. ഇത് അക്രമത്തിലേക്ക് തിരിയുന്നു എന്ന് കണ്ടപ്പോൾ പുള്ളി ഓടിക്കളഞ്ഞു, തടി തപ്പി. പാകിസ്ഥാൻ അനുകൂലമായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിരുന്നത് കൊണ്ട് ഈ മുസ്ലിം ലീഗ് മന്ത്രിസഭയും ആ സർക്കാരിനെയൊക്കെ ഇവര് പിന്തുണച്ചുകൊണ്ടിരുന്നു. റാലി കഴിഞ്ഞിട്ടാണ് ഹിന്ദു കേന്ദ്രങ്ങളിലേക്ക് ജിഹാദികൾ നീങ്ങി ഹിന്ദുക്കളെ വേട്ടയാടി തുടങ്ങിയത്. അടുത്ത 72 മണിക്കൂർ അഴിഞ്ഞാടി ജിഹാദികൾ. ഹിന്ദു കടകൾ ആക്രമിച്ചു, പൊട്ടിച്ചു, വീടുകൾ നശിപ്പിച്ചു. ആംഹേഴ്സ്റ്റ് സ്ട്രീറ്റ്, ബൊർത്തോല, ജൊറാസംഗോ ഇവിടെയൊക്കെയുള്ള ഹിന്ദു കടകൾ, വീടുകളൊക്കെ കത്തിച്ചു. 3 ദിവസം കൊണ്ട് 1,00,000 പേർക്ക് വീടില്ലാതായി ഹിന്ദുക്കൾക്ക്. ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, കുട്ടികളെ വേട്ടയാടി. പിന്നെ ഫിലിപ്പ് താൽബോട്ട് എന്ന് പറഞ്ഞ പത്രലേഖകൻ എഴുതിയിരിക്കുന്നത് ക്ഷേത്രങ്ങളും ആക്രമിച്ചു, വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് തീവച്ചു. ഈ ഭാവിയിലെ കിഴക്കൻ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായിരിക്കും കൊൽക്കത്ത എന്നാണ് ജിഹാദികൾ കരുതിയത്. അതായത് പാകിസ്ഥാൻ ഉണ്ടാവുന്നുണ്ടല്ലോ, അതെ, പടിഞ്ഞാറൻ പാകിസ്ഥാനാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. ഇപ്പോഴത്തെ ബംഗ്ലാദേശാണ് ഈ കിഴക്കൻ പാകിസ്ഥാൻ. അന്ന് കിഴക്കൻ ബംഗാൾ അല്ലേ, ബംഗാൾ ഒന്നിച്ചു കിടക്കുകയാണ്. അപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തലസ്ഥാനമായിരിക്കും കൊൽക്കത്ത, മുസ്ലിങ്ങളുടെ തലസ്ഥാനമായിരിക്കും കൊൽക്കത്ത എന്നുള്ള വിചാരം ആയിരുന്നു. ഹിന്ദുക്കളുടെ പ്രതിരോധം ഇതിനെതിരെ വന്നതോടുകൂടിയാണ് അത് ഇല്ലാതായി പോയത്. ഈ കിഴക്കൻ പാകിസ്ഥാൻ്റെ തലസ്ഥാനം എന്നുള്ള സംഭവം ഇല്ലാതായി പോയത്. അപ്പോൾ ഗോപാൽ ചന്ദ്ര മുഖോപാധ്യായ അദ്ദേഹമാണ് ഗോപാൽ പത്ത എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഹിന്ദു പ്രതിരോധം. ഭാരതീയ ജാതി വാഹിനി എന്നായിരുന്നു സംഘടനയുടെ പേര്. അത് സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ അനുയായിയായിരുന്നു അദ്ദേഹം. 700-800 അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്നു. ഗുസ്തിക്കാരനായിരുന്നു, ആട്ടിറച്ചി കട നടത്തുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കുടിയേറ്റ തൊഴിലാളികളെ, അതായത് ഒഡീഷയിൽ നിന്ന്, ബീഹാറിൽ നിന്നൊക്കെയുള്ള ഹിന്ദു തൊഴിലാളികളൊക്കെ ധാരാളം അവിടെ വന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. കുടിയേറ്റ തൊഴിലാളികളെ സംഘടിപ്പിച്ചു, പാൽ വിതരണക്കാരെ സംഘടിപ്പിച്ചു, കൊല്ലന്മാർ, മാർവാടി കച്ചവടക്കാർ പണം കൊടുത്ത് സഹായിക്കുക, തെരുവിലിറങ്ങുകയല്ല. അങ്ങനെ 2ാം ലോക യുദ്ധകാലത്ത് സേനയിലൊക്കെ പോയിരുന്ന ഭടന്മാരിൽ നിന്നൊക്കെ ആയുധമൊക്കെ ശേഖരിച്ചു, അമേരിക്കൻ ഭടന്മാരുടെ കയ്യിൽ നിന്നൊക്കെ. ഓഗസ്റ്റ് 18-നാണ് ഹിന്ദു പ്രതിരോധം ഉയർന്നു വന്നത്. ഹിന്ദു മേഖലകളൊക്കെ സുരക്ഷിതമാക്കിയിട്ട് മുസ്ലിം മേഖലകളിലേക്ക് ഹിന്ദുക്കൾ താമസം മാറുകയല്ല, ഹിന്ദുക്കൾ തിരിച്ച് ആക്രമിക്കാനായിട്ട് നീങ്ങി. അങ്ങനെയാണ് ഹിന്ദുക്കൾ പ്രതിരോധം തീർക്കുക. അങ്ങനെ തിരിച്ചാക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഹിന്ദുക്കൾ തിരിച്ച് ആക്രമിച്ചു. അതിൻ്റെ മറുപടിയായിരുന്നു ഈ നവഖാലി, പിന്നെ ഒക്ടോബറിൽ ഗാന്ധി വന്നത്. അപ്പോൾ പത്തക്കടുത്തേക്ക് വലിയ ശല്യമായി ഹിന്ദു സംഘങ്ങൾ. പത്തയുടെ അടുത്തേക്ക് മുഖ്യമന്ത്രി സുഹ്രവർദി ദൂതന്മാരെ അയച്ചു, പ്രശ്നം പരിഹരിക്കണം, ഞങ്ങളെ ആക്രമിക്കരുത്, പ്രശ്നം പരിഹരിക്കാം, എന്തുവേണമെങ്കിൽ ചെയ്തു തരാം. ഓഗസ്റ്റ് 20-ന് പക്ഷേ ഈ സുഹ്രവർദിയുടെ സർക്കാരിനെ പുറത്താക്കി, പിരിച്ചുവിട്ടു. അതോടുകൂടി അത് തീർന്നു. സുഹ്രവർദി ആഭ്യന്തരം, ഇൻഫർമേഷൻ, ഈ വകുപ്പുകളൊക്കെ അയാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ നെഹ്റുവിന് ബംഗാൾ ഭരിക്കാൻ പറ്റില്ല എന്നൊക്കെ അയാൾ പ്രസംഗിച്ചിരുന്നു. ദ്വിരാഷ്ട്രവാദം, അത് ഇന്ത്യയും പാകിസ്ഥാനും വേണം എന്നുള്ള ആവശ്യം മുഴക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഇപ്പോൾ മണിപ്പൂരിലേക്ക് മോദി കലാപകാലത്ത് പോയില്ല ഈ കപട മതേതരവാദികളും മാർക്സിസ്റ്റുകളും ജിഹാദികളും പറയുന്നുണ്ടല്ലോ. നമുക്കൊരു ചോദ്യമുണ്ട്, ഹിന്ദു വേട്ട നടക്കുമ്പോൾ നെഹ്റു കൽക്കത്തയിൽ പോയോ? ഗാന്ധി കൽക്കത്തയിൽ പോയോ?
പോയില്ല. ഹിന്ദു വേട്ട നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ ഇടക്കാല മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു നെഹ്റു. നെഹ്റുവിനും മുസ്ലിം ലീഗിന്റെ പിന്തുണ വേണം ഇടക്കാല മന്ത്രിസഭയ്ക്ക്. പറ്റില്ല. നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൽ നിന്ന് 5 പേരുണ്ടായിരുന്നു. 4 പേരും മുസ്ലിങ്ങളും, ഒരാൾ ഒരു ഹിന്ദു ദലിതനും, ജോഗേന്ദ്ര നാഥ് മണ്ഡൽ. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിൽ പോയിട്ട് നിയമമന്ത്രിയായിരുന്നു. ജിഹാദികളും എടുത്തിട്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു, ജോഗേന്ദ്രനാഥ് മണ്ഡൽ. അപ്പോൾ ജോഗേന്ദ്രനാഥിനെ മണ്ഡലിനെ എടുത്തു എന്നുള്ള കാരണം കൊണ്ട് അംബേദ്കർ മന്ത്രിസഭയിൽ എടുത്തില്ല നെഹ്റു. ഈ ഒരു കാരണത്തിൽ ഒഴിവാക്കുമായിരുന്നു അല്ലേ? 5-8 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അംബേദ്കർക്ക് മന്ത്രിയാകാനുള്ള ക്ഷണം വരുന്നത്. അപ്പോൾ ലിയാഖത്ത് അലി ഖാൻ ഒരു മന്ത്രി, ധനമന്ത്രി, അയാൾ പിന്നീട് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായി. പിന്നെ ഗസ്നഫർ അലി ആരോഗ്യമന്ത്രി നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭയിൽ. ഇസ്മയിൽ ചുന്ദ്രിഗർ വാണിജ്യമന്ത്രി, അബ്ദുറബ് നിഷ്തർ തപാൽ മന്ത്രി, ജോഗേന്ദ്രനാഥ് മണ്ഡൽ നിയമമന്ത്രി. ഇങ്ങനെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസഭയുണ്ട്. അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങാൻ പറ്റുമോ? ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കാൻ പറ്റുമോ? പിന്നീട് ലിയാഖത്ത് അലി ഖാനുമായിട്ടൊരു സന്ധി ഉണ്ടാക്കി. അയാൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 1951 ഡൽഹി സന്ധി എന്ന് പറയുക അതിനെ. 10 ലക്ഷം ഹിന്ദുക്കൾക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അതാണ് ആ സന്ധിയുടെ പരിണത ഫലം. ഹിന്ദു വിരുദ്ധമായൊരു സന്ധിയായിരുന്നു അത്. അത് കഴിഞ്ഞ് 1960 നെഹ്റു ഈ സിന്ധു നദീതട ഉണ്ടാക്കിയല്ലോ. അത് പാകിസ്ഥാന് വേണ്ടിയാണല്ലോ. അന്നത്തെ ജലസേചന മന്ത്രി നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ മുസ്ലിമാണ്. ഹാഫിസ് എന്ന് പറഞ്ഞ ആളെയാണ് ജലസേചന മന്ത്രിയാക്കി വെച്ചത്, എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അനുകൂലിക്കാൻ വേണ്ടി. അപ്പോൾ ആ കാലത്ത് പുരബി തിയേറ്ററിൻ്റെ അടുത്ത് ഈ അപ്പർ സർക്കുലർ റോഡ്, അവിടെ ഹിന്ദുക്കളെ കൊന്നുകളഞ്ഞു. രാജാ ബസാറിൽ ഹിന്ദുക്കളെ കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞ് അവസാന ദിവസം ആണ് വലിയൊരു കൂട്ടക്കൊല ഹിന്ദുക്കളുടെ നടന്നത്. അത് ഹൂഗ്ലി നദിക്കരയിലെ മെധ്യ ബ്രൂസ് എന്ന് പറഞ്ഞൊരു ബസ്തി. ആ ബസ്തിയിൽ 500 ഒഡീഷ തൊഴിലാളികൾ വന്ന് താമസിച്ചിരുന്നു. ഈ ഒഡീഷ തൊഴിലാളികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഈ ബസ്തി പുറത്തു നിന്ന് പൂട്ടി. അപ്പോൾ ഈ മുസ്ലിം വേട്ടക്കാർ വരുമല്ലോ, ഇവിടെ ആരും ഇല്ല, പൂട്ടിക്കിടക്കില്ല എന്ന് വിചാരിച്ച് അവർ തിരിച്ചു പൊക്കോളും. ഈ തൊഴിലാളികൾ കരുതി തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ ബസ്തി മുഴുവൻ തീവച്ച് ഈ 500 ഒഡീഷ തൊഴിലാളികളെയും ഹിന്ദുക്കളെയും കൊന്നുകളഞ്ഞു. ബന്ധു വെണ്ണീറായിപ്പോയി അവർ. അപ്പോൾ അന്ന് ഈ പിന്നീട് ബീഹാറിൽ അക്കൗണ്ടൻറ്റ് ജനറലായിരുന്ന അമിതാഭ് ഘോഷിൻ്റെ ഒരു ദൃക്സാക്ഷി വിവരണം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് 20 വയസ്സുള്ള കാർമൈക്കൽ കോളേജ് രംഗ്പൂർ, ഇപ്പോൾ രംഗ്പൂർ ബംഗ്ലാദേശിലാണ്. ആ രംഗ്പൂരിൽ കാർമൈക്കൽ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു ഇദ്ദേഹം, അമിതാഭ് ഘോഷ്. അദ്ദേഹം എഴുതിയൊരു ദൃക്സാക്ഷി വിവരണം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ പിന്നീട് തെക്കൻ കൽക്കത്തയിൽ നിന്ന് വാഹനങ്ങളിൽ സിഖുകാർ വന്ന് ഹിന്ദുക്കളെ രക്ഷിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഈ കലാപത്തിൽ ആദ്യം ഇറങ്ങിയവർ സിഖുകാരാണ്. ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക, ബസ് വാഹനങ്ങളിൽ വന്നിട്ട് പിന്നീട് പുരുഷന്മാരെ കൊണ്ടുപോവുക. അങ്ങനെ സിഖുകാരുമൊക്കെ രംഗത്തിറങ്ങിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂട ഭീകരത, ഭരണകൂടം തന്നെ നടത്തുന്ന ഹിന്ദു വേട്ട, അതാണ് നടന്നത്. രണ്ടാമത്തെ ഭരണകൂട ഭീകരത ഗാന്ധി വധത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സുകാരും ഒക്കെ ഇറങ്ങിയിട്ട്, ജിഹാദികളും ഇറങ്ങിയിട്ട് ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? അതിനെപ്പറ്റിയൊന്നും പുസ്തകം വന്നിട്ടില്ല. കൃത്യമായ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരുപാട് 2-2.5 ലക്ഷം ബ്രാഹ്മണര്. കാരണം ചിത്പവൻ ബ്രാഹ്മണായിരുന്നല്ലോ ഗോഡ്സെ. ആദ്യം ചിത്പവൻ ബ്രാഹ്മണരെ കൂട്ടമായിട്ട് കൊന്നു, അതിന്റെ പേരിലല്ലേ. പിന്നെ ബാക്കി അതിന്റെ തുടർച്ചയായിട്ട് ബാക്കി ബ്രാഹ്മണർ, അതും ജിഹാദികളും കോൺഗ്രസ്സുകാരുമാണ് ചെയ്തത്. അതൊക്കെ കൂടുതൽ വിവരം പുറത്തു വരേണ്ട ഒരു സംഭവം ആണ് ആ നടന്നത്. അതും കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. കാലം അതിനൊക്കെ ഉത്തരം നമുക്ക് തരുമായിരിക്കും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.